ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 18ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ചിത്രം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഗംഭീര കളക്ഷനാണ് നേടാൻ കഴിഞ്ഞത്. ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം 90-95 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി. അതായത് ശനി ഞായർ ദിനങ്ങളിൽ നല്ല കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇന്നത്തെ ദിനവും തുടക്കം മോശമല്ലാതെ തന്നെ പോവുകയാണ് സിനിമ. എന്തായാലും ആദ്യ പകുതിയിൽ തന്നെ സിനിമ ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ 524 ഷോകളാണ് ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടത്. 24,785 ഓഡിയൻസ് സിനിമ കാണുകയും 25% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 40 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നത്. അതായത് സിനിമ 65 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്നലത്തെ മാത്രം കളക്ഷനായി വന്നത്. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് 38 ലക്ഷം രൂപയോളമാണ് ശനിയാഴ്ച വന്നത്. എന്തായാലും ഒരു മികച്ച കളക്ഷൻ തന്നെയാണ്. ട്രാക്കിങ്ങിലൂടെ തന്നെ സിനിമ 30 ലക്ഷം രൂപ കഴിയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 36 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ വാർത്തയും. ഒപ്പം വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 83-84 കോടി ആ റേഞ്ചിലെത്തി പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. 75 കോടി ആണ് അവസാനമായി ഒഫീഷ്യലായി പുറത്തു വന്ന ആ ഒരു കണക്ക്. അതും ഏകദേശം ഒരാഴ്ച മുമ്പ് മമ്മൂട്ടി കമ്പനി പുറത്ത് വിട്ടതാണ്. ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് 80 അല്ലെങ്കിൽ 85 കോടിയുടെ ആ ഒരു പോസ്റ്റർ വരുമെന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ ഒരു വമ്പൻ ഹിറ്റായി മാറുകയാണ്. 2025 കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ഈ സിനിമയും മാറുകയാണ്. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ 10 കോടിയോളമാണ് സിനിമയുടെ വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് 80 കോടിക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു. 8 ഇരട്ടി പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വർഷത്തെ അവസാന സൂപ്പർ മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനിയും 1-2 ചിത്രങ്ങൾ കൂടെ ഇറങ്ങാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയിരുത്തലിലേക്ക് എത്താനും കഴിയും. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ചെറിയ ഒരു സിനിമയെ വന്ന് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. മികച്ച പ്രകടനമല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ലാത്ത ആ ഒരു ചിത്രം മികച്ച പ്രകടനം കൊണ്ട് തന്നെ ഏറ്റവും ജനശ്രദ്ധ നേടുകയും ക്രിറ്റിക്സ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയും ചെയ്ത ചിത്രം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം. സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഗ്രീൻ മീഡിയാസ്.